എന്ത് പണിയാടാ ദാസൻ നീ കാണിച്ചത്? എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു. എന്റെ നല്ല കാലത്തൊരു മനുഷ്യൻ അവിടെ കൊണ്ട് വിട്ടു. അളിയ, ഒരു അബദ്ധം പറ്റി. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. വണ്ടി ഒന്ന് സ്കിറ്റ് ചെയ്തു. ദേ കിടക്ക് താഴെ. ദേ കയ്യിൽ പഞ്ചറൊട്ടിച്ചു. ആ, അധികം വല്ലതും പറ്റൂടാ? ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. നീ ആ വണ്ടി കുളവാക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും അളിയ നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? അവന് ബൈക്ക് പോയാലാ സങ്കടം. അകത്തോട്ട് വരാമോ എന്തോ? വേണേ കേറി വിടാം. അല്ല, രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി. അല്ല, രാവിലെ തന്നെ കിട്ടിയല്ലോ. ഉരുണ്ട് വീണതോ അതോ തല്ലുകൊണ്ടതോ? പോടാ. കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്ക് അവനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ? ആ, തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ. ഗുളികയല്ലേ പതിവ്. വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംഘടിപ്പിക്കാം. നീ കുറെ സംഘടിപ്പിക്കും. ഇന്നാളെ എന്നെ മരച്ചോട്ടി എടുത്തേച്ച് നീ ഒരു പോക്ക് പോയതാ. അത് പിന്നെ എടാ ബാലു, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ? ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ. പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് എന്ന് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ ഇത്? നീ ലാത്തി നിർത്തിയ സാധനം ഇങ്ങനെ. ഒരു സെക്കൻഡ്. അവൻ എന്ത് ചെയ്യാ കൃഷ്ണൻ ഉണ്ണി? ഓ, അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും. തോന്നുമ്പോഴല്ലേ കയറി വരൂ. ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല. പിന്നെ ഇനി കൃഷ്ണൻ ഉണ്ണി. അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. വലിച്ചു കേറ്റിക്കോ. വലിച്ചു മോന്തരിക്കണ കണ്ടാ മതി. എനിക്കണ വേണ്ട. ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. എന്റെ ഫ്രണ്ട്സാ. ഇത് ക്യാപ്റ്റൻ നായർ, ഇത് ഉണ്ണി, ഇത് ദാസ്, ഇത് ഫിലിപ്പ്. ഞാൻ വലിയ തമാശക്കാരനാണോ? ചുമ്മാ പോവാ. എങ്ങോട്ട്? കോട്ടിങ്. വാന്നേ സാറേ. ഞാനല്ലേ. അത് പറഞ്ഞാ മതി. പോവാല്ലേ? ശരി. You are doing something great here. Go and try the boat. നീ പോയി കപ്പലോടിക്കുന്നവരാ. വലിയ കപ്പലോടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. In the morning by the sea. In the morning, in the morning, in the morning by the sea. If I am a captain like this and if I want to marry, I would marry a captain's daughter more than anybody. Oh, I would drive, she would drive, both would drive together, running up in the middle of the night and shooting each other. Hey, what happened to you? ഒന്നുമില്ല. ഒന്നും വിചാരിക്കരുത്. വെറുതെ തമാശക്ക്. എനിക്കിങ്ങനെ ബഹളം വെക്കുന്ന ഇഷ്ടമല്ല.
പാടാൻ അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് ക്യാപ്റ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ഒന്ന് രണ്ട് ഒരു പാടുന്നേ. ഷീസ് എ പോയറ്റസ്. എന്നാ ഒരു കവിത. കൊറേ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. ഓ ഏതാ നീ അവിടെ എന്തോ എടുക്കായിരുന്നു? 1 മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല കൊള്ളാവുന്ന ഉരുപ്പടി തന്നെ, സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ? ബോറേ, ഇത്തരം അലവലാദികളൊക്കെ ഇവൻ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്ക് ഇത്? പിന്നെ തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാനില്ല അളിയാ. എടാ ദാസേ, നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പാണ്. കറക്റ്റ്. വട്ടമുഖം, വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല, ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെപ്പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാൽ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ സമ്മതിച്ചേ, എനിക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ. ദൈവമേ, ഇക്കണക്കിനെ കൃഷ്ണനുണ്ടി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പ, നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരനറ്റ സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട. നിനക്ക് സൗകര്യം ഉണ്ടേ പോയാ. അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും അളിയാ. കഷ്ടമല്ലേ? ദൈവമേ. ചെല്ല് ചെല്ല് ചെല്ല്. നേരത്തെ തന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണോ അവൻ? അവന് വിവരമുണ്ട്. പോടാ. ഹലോ, ക്യാപ്റ്റൻ നായർ വീടല്ലേ? അതെ. ആരാ, മിസ്സസ് നായരാണോ? ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി. മനസ്സിലായോ? അപ്പോ ഞാൻ വിളിച്ചത് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്. അതിപ്പോ എന്ന് പറഞ്ഞാൽ എടാ, ഇതൊക്കെ ഒരു സസ്പെൻസോടെ വേണം പറയാൻ. ഹലോ, മിസ്സസ് നായരല്ലേ? ഞാൻ ബാലു. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ന്യൂസ് ഉണ്ട്. കാര്യം പറയൂ. അതങ്ങനെ ചുമ്മാ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒക്കില്ല. ക്യാപ്റ്റൻ അല്ലേ അവിടെ? ഒന്ന് കൊടുക്കൂ. ഡേ നോക്ക്. ആരാ? ബാലുവാ. ഹലോ ബാലു. ഹലോ ക്യാപ്റ്റൻ. വി ഹാവ് എ ബിഗ് സർപ്രൈസ് ഫോർ യു, ഫോർ യുവർ മേം സാബ്. വെൽക്കം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് വളരെ സെറിമോണിയലായിട്ട് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഞങ്ങളെ വിളിച്ചൊരു ഡിന്നറിനും ടു സെലിബ്രേറ്റ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ ടീം വിത്ത് ഓൾ അലവലാരീസ്. അഗ്രീഡ്. ഇന്ന് വൈകിട്ടാകാം. ഇന്ന് വൈകിട്ടോ? സന്തോഷം. അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. റൈറ്റ്. തൃപ്തിയായില്ലേ? ഡാൻ. ഇത് രേഖ തന്ന കവിതകൾ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഇത് രേഖ തന്നെ പാടിക്കെട്ടാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പാടില്ല. നിനക്കോടാ? ഞാനില്ലേ സാറോ? നീ എന്നാ ഞാൻ പാടാം. അയ്യോ വേണ്ട, നിന്റെ സംസാരം കേട്ടാലേ സഹിക്കില്ല. അത് അങ്ങേര് തന്നെ പാടിക്കോട്ടെ. അത്രയും നേരം നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഞാൻ പാടാം. അപ്പൊ ഒരു മൂഡില്ലാതെ എങ്ങനെയാ? എന്നാ ഞാൻ പൊട്ടിക്കാം.
ഗുഡ് മോർണിംഗ്. അറ്റ് വാട്ട് ടൈം അഞ്ജന ലെഫ്റ്റ്? 8:30. 8:30. ഓ, ഐ ആം ലേറ്റ്. What, sir? ആ ക്യാപ്റ്റൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. ഓക്കെ. ഹലോ, ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നത്. ഞാനിവിടെ പോനാ, ഇവിടെ തന്നെയുണ്ട്. വരി. ക്യാപ്റ്റന്റെ കത്ത് വല്ലതും വന്നോ? ഇല്ല. ഛേ, അന്ന് ക്യാപ്റ്റനെ സി ഓഫ് ചെയ്യാൻ സമയത്തിന് എത്താതിരുന്നിട്ട് മഹാ ബോറായിപ്പോയി. അദ്ദേഹം ഒന്ന് വിചാരിക്കും. ആ, ഇനി എഴുതുമ്പോൾ അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ മന്ദിരം എഴുതണേ. മൂപ്പരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലേ? ഷിപ്പ് അടുത്തടക്കുന്നത് പെനാങ്കിലാണ്. നിർബന്ധമാണെങ്കിൽ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്താൽ മുഖതാവിൽ കാണാം. പോരെ? ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ. ആ, കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം. നേച്ചറിന്റെ ഡിഫറെന്റ് മൂഡ്സ്. അതിനു വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വെരി ബാഡ് വെതർ. അതുകൊണ്ട് ജോലി നടന്നില്ല. വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു, എന്നാ ഒന്ന് കയറിക്കളയാ. അല്ല, ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആതിഥ്യ മര്യാദകളൊക്കെ മറന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്കെങ്കിലും ചോദിച്ചൂടെ? ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയ കുശിയായി. ജസ്റ്റ് ഐസ് വാട്ടർ. യെസ്. ഐ എം സോറി, ഗ്ലാസ് പൊട്ടിയല്ലോ. സാരമില്ല, ഞാൻ വേറെ കൊണ്ടുവരാം. ബി കെയർഫുൾ. ഉറങ്ങണേ, കിടന്നുറങ്ങണം. ആ, വാ വാ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ, നീ എവിടെ പോയിരുന്നു? ചൊവ്വാഴ്ച? ഓ, ചൊവ്വാഴ്ച കുറെ ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒന്നും. നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ. ഞാൻ പോയ സ്ഥലത്തേക്കോ? കോച്ചിന്റെ ഓഫീസിലേക്ക്. ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കോളം കക്കാൻ തുടങ്ങരുത്. എപ്പോഴാ വാല് മുറിയുന്നറിയില്ല. ചുമ്മാ തോന്നിയാസം പറയാതടാ ശാപമേ. കണ്ടോ, അത് പറഞ്ഞപ്പോ എന്റെ ഒരു ചുണ്ടി. എടാ, ഞങ്ങൾ നിന്നെ ചുമ്മാ വാരിയെന്നേ ഉള്ളൂ. എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി ഇവൻ ഇത്ര പെട്ടെന്ന് കയറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോ നമ്മളോടെ പോയതും പരിചയപ്പെട്ടതുമാണ്. ഓടാ അവിടെ. ഹലോ, നിങ്ങളെ ഇവിടെ കാണാനാവും തീരെ കരുതിയില്ല. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യലല്ലോ. സീരിയസ് ടോക്ക് വല്ലതാണെങ്കിൽ. അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു തിരിച്ചു മറിച്ചും പറഞ്ഞ് സമയം കളയോ? അത് കൊള്ളാം. സമയം കളയാൻ പറ്റിയ പണി തന്നെ. ഞങ്ങൾക്ക് പിന്നെ നാട് ചുറ്റി നടക്കാൻ പറ്റൂ നിങ്ങളെ പോലെ? അയ്യോ, അതെന്താണാവോ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. പറഞ്ഞോളാം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. ആട്ടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കൂടെ ബോഡി ഗാർഡ് വേണ്ടേ? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാണ്. അതെന്താ? കാരണം നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ ലിമിറ്റ് ചെയ്യും. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്യുക, എംബ്രോയിഡറി, പട്ടിയം പൂച്ചം വളർത്തുക, പിന്നെ കുറെ പൊങ്ങച്ച സംഘടനകൾ. തീർന്നു. ടു ബി ഫ്രാങ്ക്, ചേട്ടന് അസലായിട്ട് ലാത്തി ഫിറ്റ് ചെയ്യാൻ അറിയാം. വല്ല പ്ലാറ്റ്ഫോർത്തിലാണെങ്കിൽ കയ്യടി ഉറപ്പാ. അപ്പൊ കോഫി കുടിക്കുന്നില്ലേ? ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. സമയം വൈകിയോ? ഇല്ല.
ബൈ. എവിടെ ഇറങ്ങണ്ടേ? എവിടെ വേണേലും ഇറങ്ങാം. അദ്ദേഹം ഉണ്ടോ? 1 മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടോന്നറിയില്ല. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ വന്ന കാര്യം പറയാം. പറയരുത്. വന്ന കാര്യവും അന്വേഷിച്ച കാര്യവും പറയണ്ട. ഡോ, അതി തുപ്പാതെടോ. അതിനൊക്കെ ഒരു ഫാനുണ്ട്. വെയ്യടോ അവിടെ. എടാ, ഈ ഇന്റലക്ച്വൽ കമ്പനി എന്ന് പറയുന്നതിന്റെ സുഖം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതിപ്പോഴാ മനസ്സിലായത്. ക്യാപ്റ്റൻ നായരുടെ ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ? അതിനിങ്ങനെ ലീവ് കഴിഞ്ഞ് പോയില്ലേ? ആ, അത് മൂപ്പര ഫാമിലി ഉണ്ടല്ലോ. ആര്? രേഖയോ? ആ, ഒരു നല്ല സമ്പ്രദായമുള്ള ക്യാരക്ടർ. എന്തൊരു എസ്തെറ്റിക് സെൻസ് എന്നറിയോ? എന്റെ വർക്സിനെ കുറിച്ചൊക്കെ എന്ത് അഭിപ്രായം? ഐ ലൈക്ക് ഹർ. ഷീ സിംപ്ലി നൈസ്. ബാലു, നീ ഒരു പെണ്ണിനെ പോയിട്ടാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നുള്ള അർത്ഥം ഞാൻ കൂടെ മനസ്സിലാവും. നീ പറ, അനാവശ്യം പറയാം. കണ്ടോ കണ്ടോ, അവന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോ ദേഷ്യം. ഒന്ന് ചുമ്മാ ഇരടാ. എടാ, പെണ്ണിനെ പറ്റിയുള്ള നിന്റെ കൺസെപ്റ്റ് ഞങ്ങൾക്കൊക്കെ അറിയാം. നീ ഇനി അവരെ പറ്റി ആകാശം മുട്ട പോറ്റിയാണ് ശരി. ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിർത്തറ. രേഖയെ കുറിച്ച് നിനക്കെന്തറിയാം? ആ, എന്തിനാ കൂടുതലറിയുന്നേ? എടാ, ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ ഊരി ചുറ്റാൻ നടക്കുന്ന ഭാര്യയെ കുറിച്ച് എനിക്ക് പുച്ഛമാ. എന്തൊരു തെമ്മാടത്തിലാണ് ബാലു നീ കാണിച്ചത്? ആരാണ്ടത്തിന് ഭാര്യ പറ്റി പറയാൻ തല്ലുക ചെയ്യുക? ഇത് നമ്മളുള്ള ബന്ധം? വൃത്തിയേട്. ബാലു, നീ എന്നെ തല്ലിയില്ല അളിയാ. എനിക്ക് നിന്നെ തിരിച്ചല്ല അറിഞ്ഞോടാത്തോണ്ടല്ല. എനിക്ക് എന്നോട് സ്നേഹ. ഞാൻ പോന്നു. ദാസേ, നീ എന്നോട് സംസാരിക്കരുത്. നീ എന്നെ ഇവിടെ തിരിച്ചു തല്ലിക്കോ, പക്ഷെ പോരുത്. മനസ്സ് തണുപ്പിക്കാൻ എവനിവിടെ ഉണ്ട്. ഇത് എന്നെ പോലെ തന്നെ ഉണ്ട്. അല്ലല്ല, ജോണിയെ പോലെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേ? കൗണ്ടറിൽ എന്താ നിനക്ക് പണി? പോ. എന്നെ ഇവിടെ എടുത്തിരിക്കുന്ന കളിക്കാനല്ല. എടാ ജോണി, എന്താ നിന്റെ ഒരു ഉദ്ദേശം? കുറെ കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നു. നാണാവൂലടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇങ്ങനെ കൊഞ്ചിക്കുഴയാൻ? ചുണയുണ്ടെങ്കിൽ കയറി കൊത്താൻ നോക്കടാ. എന്നിട്ട് അവനവന്റെ പാട് നോക്കി ഊരിപ്പോരാൻ നോക്ക്. അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ് അലഞ്ഞു നടക്കാതെ. ജോണി, നമ്മള് ക്യാമറ ലെൻസിൽ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ, അത്രേ ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല്. ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും, ആ റൊമാൻസിന്റെ ലൈനുണ്ടല്ലോ അതങ്ങ് വിട്ടേ. സാറ് കാണുന്ന പോലെ തന്നെ. എന്താ എന്താ പറഞ്ഞ? സാറ് പെണ്ണുങ്ങളെ കാണുന്നതുകൊണ്ട് ഞാനും കാണണമെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷേ ഗുഡ് ബൈ. നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു, റൊമാൻസിലായിരുന്നില്ല. നീ എങ്ങും പോകണ്ട.